ഇന്ന് കേന്ദ്ര ധനകാര്യമന്ത്രി പാർലമെന്റിൽ ബജറ്റ് 2026 അവതരിപ്പിച്ചല്ലോ. അതിൽ കൊണ്ടുവന്നിരിക്കുന്ന ചില ഭേദഗതികളാണ് മെയിനായിട്ട് ഇൻകം ടാക്സുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഒന്ന്, നമ്മൾ പുതിയ ഇൻകം ആക്ട് നിലവിൽ വരികയാണ്. ഇതുവരെ നമ്മൾ ഇൻകം ടാക്സ് ആക്ട് 1961 ആയിരുന്നു. ഇനി ഇൻകം ടാക്സ് ആക്ട് 2025 എന്ന് വരും. അത് ഏപ്രിൽ 1, 2026 നിലവിൽ വരും. അടുത്ത ചേഞ്ചസ് എന്ന് പറയുന്നത് ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുന്ന ഡ്യൂ ഡേറ്റുകളെ പറ്റിയാണ്. സാലറി ഉള്ളവർക്ക് ITR 1 അല്ല ITR 2, അവരുടെ ഡേറ്റ് ജൂലൈ 31 അതിൽ മാറ്റമില്ല. പക്ഷേ ഓഡിറ്റ് ഇല്ലാത്ത ബിസിനസ് ഉള്ള ആൾക്കാർക്ക്, ഓഡിറ്റ് ഇല്ലാത്ത എല്ലാവരുടെയും അതുപോലെ തന്നെ ട്രസ്റ്റുകളുടെ കേസുകളിലും നമ്മൾ റിട്ടയർ ഫയൽ ഡ്യൂ ഡേറ്റ് എന്ന് പറഞ്ഞാൽ ഓഗസ്റ്റ് 31 മാറ്റി. പിന്നെ വരുന്ന ഇതുവരെ നമുക്ക് റിവൈസ് റിട്ടേൺ ഫയൽ ചെയ്യാനുള്ള ടൈം എന്ന് പറയുന്നത് ഡിസംബർ 31 ആയിരുന്നു. അത് അല്പം മാറ്റി മാർച്ച് വരെ നീട്ടിയിട്ടുണ്ട്. അത് അസസ്മെൻറ്റ് ഇയറിലെ ഡിസംബർ എന്നുള്ളത് നമ്മൾ മാർച്ച് വരെ നീട്ടി. ലേറ്റ് ഫീയുടെ അടയ്ക്കണമെന്ന് മാത്രമേ ഉള്ളൂ. അതായത് 5 ലക്ഷം താഴെ ഇൻകമെങ്കിൽ 1000 രൂപയും 5 ലക്ഷത്തിന് മേലിലാണ് ടോട്ടൽ ഇൻകമെങ്കിലും 5000 രൂപയും കൂടെ അടച്ചിട്ട് ഫയൽ ചെയ്യാവുന്ന റിവൈസ് റിട്ടേൺ മാർച്ച് 31 വരെ ചെയ്യും. അതുപോലെ തന്നെ അപ്ഡേറ്റ് റിട്ടേണിൻ്റെ കേസുണ്ട്. നമ്മൾ ഇൻകം ടാക്സിൽ നിന്ന് റീഅസസ്മെൻറ്റ് വേണ്ടി നോട്ടീസ് കിട്ടിയെങ്കിൽ പോലും നമുക്ക് ITR U വേണം അപ്ഡേറ്റ് റിട്ടേൺ ഫയൽ ചെയ്യാം. ആകെയുള്ള പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ 10% അഡീഷണൽ ടാക്സ് കൂടെ അടയ്ക്കേണ്ടി വരും. നിലവിലുള്ളതിനേക്കാൾ പുറമെ 10% അടയ്ക്കണം. എങ്കിൽ ആ പുതിയ ITR U വെച്ചിട്ടായിരിക്കും അസസ്മെൻറ്റ് നടക്കുക, റീഅസസ്മെൻറ്റ് നടക്കുന്നത്. അങ്ങനെയായിരിക്കും. മോട്ടോർ ആക്സിഡൻറ്റിന് ലഭിച്ചിരിക്കുന്ന ക്ലെയിം ഇനി മുതൽ ടാക്സ് ഫ്രീ ആയിരിക്കും. അതുപോലെ തന്നെ അവർ TDS പിടിക്കേണ്ട എന്നും പുതിയ നിയമത്തിൽ പറയുന്നുണ്ട്. അടുത്ത കേസ് എന്ന് പറഞ്ഞാൽ ഫോറിൻ ഇൻകം അല്ലെങ്കിൽ ഫോറിൻ അസറ്റ് ഡിസ്കോസ് ചെയ്യാത്ത ആൾക്കാർക്ക് ഒരു സ്കീം കൊണ്ടുവരികയാണ്. ഫോറിൻ അസറ്റ്സ് ഡിസ്കോഷർ സ്കീം എന്ന് പറയും. അത് 6 മാസത്തേക്ക് ടൈം ഉണ്ടാവും. അത് ഒരു 1 ഡേയുമാണ് എന്ന് പറയുന്നുണ്ട്. പല ആൾക്കാരും നേരത്തെ NREs ആയിരുന്നു, പിന്നീട് ശേഷം റെസിഡൻ്റ് ആയി എന്നുള്ള അവർക്കും പിന്നെ പ്രൊഫഷണൽസ് അങ്ങനെയുള്ള ആൾക്കാരെ മെയിനായിട്ട് ഉദ്ദേശിച്ചാണ് ഇത് ചെയ്തിരിക്കുന്നത്. അടുത്തതെന്ന് പറയുന്നത് ശരിക്ക് നമ്മൾ TCS റേറ്റാണ്. നമ്മൾ ഫോറിൻ ടൂർ പാക്കേജിലൊക്കെ പോകുന്നുണ്ടാവും. അത് നേരത്തെ 5%, 20% 2 സ്ലാബായിരുന്നു. ഇനി അത് മാറ്റി 2% മാറ്റുകയാണ്. എത്ര എമൗണ്ട് ആയാലും ഫോറിൻ പാക്കേജിനാണെങ്കിൽ 2% TCS അടച്ചതിന് ശേഷം നമുക്ക് എമൗണ്ട് ട്രാൻസ്ഫർ ചെയ്തിട്ട് പുറത്തേക്ക് പോകേണ്ടി. അടുത്ത എഡ്യൂക്കേഷൻ ലോൺ. എഡ്യൂക്കേഷൻ നമ്മൾ അല്ലെങ്കിൽ മെഡിക്കലിന് വേണ്ടി നമ്മൾ പുറത്തേക്ക് എമൗണ്ട് ട്രാൻസ്ഫർ ചെയ്യുമായിരുന്നു ഫോറിൻ റെമിറ്റൻസ് സ്കീം പ്രകാരം. അങ്ങനെയുള്ള സ്കീമുകളിലും നമുക്ക് പണ്ട് 5% ആയിരുന്നു, അത് 2% കുറച്ചിട്ടുണ്ട്. ഈ 2 കേസിലും ഇപ്പം TCS റേറ്റ് മെഡിക്കലിനും അല്ലെ എഡ്യൂക്കേഷന് അതുപോലെ തന്നെ ഫോറിൻ ടൂർ പാക്കേജിനെല്ലാം 2% ലിമിറ്റ് ചെയ്തിട്ടുണ്ട്. ഈ സോവറിൻ ഗോൾഡ് ബോണ്ട് വാങ്ങിച്ചിരിക്കുന്ന ആൾക്കാർക്ക് ക്യാപിറ്റൽ ഗെയിൻ എക്സംഷൻ ലഭിക്കണമെങ്കിൽ അവർ ഒറിജിനലി സബ്സ്ക്രൈബ് ചെയ്ത ആൾക്കാരായിരിക്കണം. അത് വേറെ ആരുടെയെങ്കിലും വാങ്ങിച്ചാൽ പോരാ. ഒറിജിനലി ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് തന്നെ വാങ്ങിച്ചിട്ട് അവർ ഹോൾഡ് ചെയ്യണം. ഒന്നെങ്കിൽ മച്യൂരിറ്റി പീരീഡ് അല്ലെങ്കിൽ എന്ന് റിഡീം ചെയ്യുന്ന അന്ന് വരെ ഹോൾഡ് ചെയ്ത ആൾക്കാർക്ക് മാത്രമേ അത് ലഭിക്കുകയുള്ളൂ. അടുത്തത് ബൈബാക്കാണ്. ബൈബാക്ക് ഓഫ് ഷെയർസ്. കമ്പനികൾ ഷെയർ ബൈബാക്ക് ചെയ്യുമ്പോൾ കിട്ടുന്ന എമൗണ്ടിന് നമ്മൾ ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് ആയിരിക്കും ഇനി മുതൽ നിലവിൽ വരിക. അതുപോലെ തന്നെ പ്രൊമോട്ടേഴ്സിനാണെങ്കിൽ ഒരു അഡീഷണൽ ടാക്സ് വരും. ബൈബാക്ക് ടാക്സ് എന്ന് പറയുന്നത് അഡീഷണൽ വരും. ഒരു മൈനോറിറ്റി ഷെയർ ഹോൾഡറിനേക്കാൾ കൂടുതൽ ബെനിഫിറ്റ് പ്രൊമോട്ടേഴ്സ് എടുക്കുന്നത് ഒഴിവാക്കാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്തിരിക്കുന്നത്. ഈ സ്മോൾ ഇൻവെസ്റ്റേഴ്സ് അവർക്ക് പലർക്കും ടാക്സ് പിടിക്കേണ്ട ആവശ്യമില്ലായിരിക്കാം. ഡിവിഡൻഡിന് അങ്ങനെയുള്ള കേസുകളിൽ ഓരോ കമ്പനിക്ക് 15G അല്ലെങ്കിൽ 15H കൊടുക്കണം. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി. ഈ 15G ഓർ 15H നമ്മൾ ഡിപ്പോസിറ്റിൽ കൊടുത്താൽ മതി. ഡിപ്പോസിറ്റുകാർ മറ്റേ കമ്പനികളിൽ കൊടുത്തോളാം എന്ന പുതിയ നിയമം കൊണ്ടുവന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ചെറിയ സ്മോൾ ടാക്സ് പേയേഴ്സിന് നിൽ ടാക്സ് സർട്ടിഫിക്കറ്റിലൂടെ ഇഷ്യൂ ചെയ്യാൻ പ്രൊവിഷൻ കൊണ്ടുവരുന്നു. ഇപ്പോൾ നമ്മൾ പെനാൽറ്റിക്കുള്ള പല പ്രൊവിഷൻസ് ഉണ്ട്. ആ പ്രൊവിഷൻസുള്ള പെനാൽറ്റികളുടെ പ്രൊവിഷൻ മാറ്റിയിട്ട് ഇനി തുടങ്ങിയ ഫീസ് എന്നുള്ള രീതിയിലാണ്. പെനാൽറ്റി നേരത്തെ ആണെങ്കിൽ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഇമ്പോസ് ചെയ്യുമുള്ളായിരുന്നു. ഫീസ് വന്നു കഴിഞ്ഞാൽ എല്ലാവരും അത് കമ്പൽസറി ആയിട്ട് അടിക്കേണ്ട ഒരു കേസ് വരുന്നുണ്ട്. അതിലൊരു കേസാണ് ടാക്സ് ഓഡിറ്റ് ചെയ്യാത്ത കേസുകളിൽ 1 മാസം ഡിലേ വന്നാൽ 75,000 രൂപയും അതിൽ മുകളിൽ വന്നു കഴിഞ്ഞാൽ 1.5 ലക്ഷം രൂപയും കൊടുക്കണം. അത് ഫീസിലേക്ക് ചാർജ് ചെയ്യണം. നേരത്തെ അത് അസിംഗ് ഓഫീസർ ഇമ്പോസ് ചെയ്ത് പെനാൽറ്റി നോട്ടീസായിട്ട് വന്നതിൽ വരുമുള്ളായിരുന്നു. ഇനി തുടങ്ങി എല്ലാവരും ചെയ്യേണ്ട ഒരു സിറ്റുവേഷനിലേക്ക് പോവുകയാണ്. അടുത്ത കേസ് എന്ന് പറഞ്ഞാൽ ചെറിയ ടാക്സ് പേയേഴ്സിന് അവർക്ക് നിൽ ടാക്സ് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്ന ഒരു പ്രൊവിഷൻ കൊണ്ടുവരുന്നു. നിലവിൽ NRIയിൽ നമ്മൾ പ്രോപ്പർട്ടി വാങ്ങിക്കുകയാണെങ്കിൽ, റെസിഡൻ്റ് ആൾക്കാർ വാങ്ങിക്കുകയാണെങ്കിൽ അവർ TDS പിടിക്കണമല്ലോ. പ്രോപ്പർട്ടി വാങ്ങിക്കുമ്പം എനി എമൗണ്ട് ആണെങ്കിലും പിടിക്കണം. അതിന് TAN നമ്പർ വേണം, ടാക്സ് ഡിഡക്ഷൻ അക്കൗണ്ട് നമ്പർ. ഇനി അത് ഒഴിവാക്കിയാണ്. TAN വേണ്ട. അതിന് പകരം അല്ലാതെ തന്നെ അടയ്ക്കാവുന്ന ഒരു രീതിയിലേക്ക് കൊണ്ടുവരാനുള്ള പ്രൊവിഷന് ഈ ബഡ്ജറ്റിലുണ്ട്. ഈ ബഡ്ജറ്റിൽ പല പെനാൽറ്റികളും നമ്മൾ ഫീസ് എന്നുള്ള ഇതിലേക്ക് മാറ്റിയിരിക്കുകയാണ്. അപ്പോൾ അത് ഫീസ് എന്നുള്ള രീതിയിൽ അടയ്ക്കേണ്ടി വരും. പിന്നെ അത് ടാക്സ് റേറ്റിൽ ഒരു ചേഞ്ചുമില്ല. കഴിഞ്ഞ വർഷത്തെ സെയിം ടാക്സ് റേറ്റാണ് ഈ വർഷവും നിലവിൽ വരുന്നത്. ഇതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് അടുത്ത ഭാഗങ്ങളിൽ നിങ്ങൾക്ക് കാണാവുന്നതാണ്.